മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളിലേക്കുള്ള പാലുകാച്ചൽ ചടങ്ങ് ഇന്നാണ്. ബന്ധുക്കളും ക്ഷണിക്കപ്പെട്ടവരും ചടങ്ങിന്റെ ഭാഗമാകും. മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടി, PMA സലാം തുടങ്ങിയവരും ചടങ്ങിനെത്തും. ഈ മാസം 30-ന് ഉള്ളിൽ ആദ്യഘട്ടത്തിലെ 51 വീടുകളിൽ താമസം തുടങ്ങും. കാളിദാസൻ ദേവദത്തം വയനാട് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നു. കാളി, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തായി പാലുകാച്ചൽ ചടങ്ങ്? ബന്ധുക്കളൊക്കെ എത്തുന്നുണ്ടോ? സന്തോഷമുള്ള ദിവസമാണ് അല്ലേ? ഹാഷ്മി, അമൃത, എന്തായാലും ഇവിടെ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ്. കാരണം ഈ മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച് നൽകിയ 51 വീടുകളുണ്ട്. ആ 51 വീടുകളിലേക്കും വീട്ടുകാർ താമസം തുടങ്ങുകയാണ്. ഇന്നായിരുന്നു പ്രധാനമായും ചടങ്ങുകളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് 37-ാം നമ്പർ വീട്ടിലാണ്. അവിടെ രാവിലെ ഗണപതി ഹോമവും മറ്റ് ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ തന്നെ ഈ ഒരു അഗ്നികുണ്ഠം അത് കെട്ട് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെയൊക്കെ തന്നെ ബാക്കിയുണ്ട്. വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു ആഘോഷത്തിലാണ്. ചേച്ചി, എന്തുണ്ട്? ഇന്ന് താമസം താമസം തുടങ്ങുകയാണ്. സന്തോഷമാണ്. ഇപ്പൊ എപ്പോഴാ സാധനങ്ങളൊക്കെ മാറ്റി ഇങ്ങോട്ട്? ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് സാധനങ്ങൾ കൊണ്ടുവന്നത്. എന്നിട്ട് പിന്നെ രാത്രി അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. മാറിയില്ലേ? താമസം മാറിയില്ലേ? ആരോടാ? എന്താ അവനിക എത്രയാ പഠിക്കുന്നത്? ഒന്നില്. അശ്മി, ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പോയതാണ്. മോളെ പേര് അവന്തിക എത്രയില്ല? 3-ല്. അപ്പൊ എന്താ പുതിയ വീട്ടിൽ വന്നിട്ട് വീട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഗംഭീരം. ഏത് റൂമാ? ഇവിടെ ഏത് റൂമാ എടുത്തേക്കുന്നത്? 3 റൂമുണ്ട്. ഏത് റൂമാ? നിനക്കുണ്ടോ റൂമ്? നിനക്ക് റൂമുണ്ടോ? ഉണ്ടോ? ആഹാ, അപ്പൊ 3 റൂമായി. അപ്പൊ അശ്വി, ഇവിടുത്തെ വിശേഷം അങ്ങനെ. ചേച്ചി, രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല, ഭക്ഷണം ഉണ്ടാക്കണുള്ളൂ. രാവിലെ പ്രസാദം ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയത്. അപ്പം രാവിലെ പ്രസാദമൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ അടുക്കളയിലൊക്കെ മറ്റ് പരിപാടികളൊക്കെ നടക്കും. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ എത്തുന്നത്. ഈ വീടൊക്കെ ഒന്ന് കണ്ട് അവരൊക്കെ ഒന്ന് നോക്കും. ഇപ്പോൾ ഈ വീട്ടുകാർ വന്നതിന് ശേഷം ചെറിയൊരു മിനുക്ക് പണികളൊക്കെ അവരുടേതായ രീതിയിൽ, അവർക്ക് വേണ്ട രീതിയിൽ ചെറിയ മിനുക്ക് പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. രാവിലെ പാലുകാച്ചലൊക്കെ കഴിഞ്ഞു. മറ്റ് തിരക്കുകളിലാണ്. ഉച്ചക്കത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരക്കിലാണോ? പുട്ടിന്റെ എന്താ കറി? എന്താ കറി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ചെറുപയർ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. രാവിലെ ഈ പാലുകാച്ചലൊക്കെ കഴിഞ്ഞ് നേരത്തെ എണീറ്റായിരുന്നു? നേരത്തെ എണീറ്റു. എത്ര മണിക്ക് എണീറ്റു? ഇന്ന് 3 മണിക്ക് എണീറ്റിട്ടുണ്ട്. ഗണപതി ഹോമം ഉള്ളതുകൊണ്ട് നേരത്തെ എണീറ്റു. അപ്പം ഇനിയിപ്പം പുട്ടിന്റെ പരിപാടി നടക്കുക. ശരി, നടക്കട്ടെ. എങ്ങനെയുണ്ട് ഇവിടെ? ചൂടുണ്ടോ? അതാ ഏറ്റവും ചൂടുണ്ട്. മൊത്തത്തിലുള്ള ഒരു ചൂട് ഇവിടെ ഉണ്ടല്ലേ? ഒന്നായിട്ട് ഇങ്ങനെ വെട്ടി ഇതാക്കിയതല്ലേ, മരമൊക്കെ വെട്ടിയതല്ലേ. ഈ പല സ്ഥലത്ത് ഈ കറണ്ട് പോകുന്ന പോലെ ഒക്കെ കറണ്ട് പോകുന്നുണ്ടോ? സാധാരണ പോലെ വരുന്നോ? എല്ലായിടത്തും വരുന്നുണ്ട്. ഇന്നലെ ഒന്നും പോയിട്ടില്ല. കുഴപ്പമില്ല. എന്നാലും ചൂടില്ലല്ലോ വലുതായിട്ട്. വലിയ ചൂടില്ല. വലിയ കുഴപ്പമില്ല. അപ്പം എന്തായാലും എല്ലായിടത്തും ഉള്ള പോലെ ഒക്കെ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട്. വയനാട്ടിൽ പഴയ പോലെ അല്ല, പഴയ വയനാടല്ല, പുതിയ വയനാട്. അപ്പോൾ പകലൊക്കെ നല്ല ചൂടാണ്, രാത്രിയൊക്കെ തണുപ്പുണ്ട്, ചിലപ്പോൾ കറണ്ടൊക്കെ പോകാറുമുണ്ട്. എന്തായാലും മോളെ, ഇന്നിപ്പം വൈകുന്നേരം ഇവിടെ പരിപാടിയൊക്കെ അല്ലേ? ഉണ്ടോ? എന്താ പ്രത്യേക പരിപാടി എന്തെങ്കിലും ഉണ്ടോ? പാട്ട്, ഡാൻസ് ഒന്നുമില്ല? അപ്പൊ എന്തായാലും അടിപൊളി കേട്ടാ. അപ്പൊ എപ്പോഴാ സ്കൂൾ തുറക്കുമ്പോ പുതിയ വീട്ടിൽ നിന്നാണോ പോകുന്നത്? എല്ലാം കൂട്ടുകാരോടൊക്കെ വിളിച്ചായിരുന്നോ? ഇന്ന് പരിപാടിയാന്ന് പറഞ്ഞോ? പുതിയ വീട്ടുകൂടലാന്ന് പറഞ്ഞായിരുന്നോ? ഇന്നലെ അതെ, ഒരേപോലത്തെ ഉടുപ്പിട്ടിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഇന്ന് പുതിയ വീട്ടിലോട്ടൊക്കെ താമസം മാറുമല്ലേ, എല്ലാവരും വരുവാണ്. അപ്പം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരികളായി നിൽക്കുവാണ്. ഇനിയിപ്പോ നമുക്ക് ഓരോ റൂമൊക്കെ ഒന്ന് നോക്കാം. വാവേ, എന്താണ്? പുതിയ റൂം 2 റൂമുകളുണ്ട്. ഇവിടെ 2 റൂം, പിന്നെ 3 റൂമാണ് മൊത്തത്തിലുള്ളത്. 8 സെന്റില് 1060 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ വീട്ടിൽ. കുഞ്ഞിനോട് കൊടുക്കും. അതിനത്ര ഇഷ്ടപ്പെടുന്നില്ല. പറഞ്ഞു കൊടുത്തേക്കോട്ടെ. അല്ല, അതാ നമുക്ക് ശരത്തേട്ടൻ അങ്ങനെ വിശേഷം പറയണം. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഫെബ്രുവരി 28 താക്കോലൊക്കെ കിട്ടി? വീടൊക്കെ എല്ലാം പൂർണ്ണ സജ്ജമായിരുന്നു. പിന്നെന്തൊക്കെ ഇവിടെ പണികൾ ഉണ്ടായിരുന്നു? ചെറിയ പണികൾ ചെറിയ പണികളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ ചേച്ചിയോട് ചോദിച്ചു, ചൂടുണ്ടോന്നുള്ളത്. ചൂടുണ്ടോ ഇവിടെ? ചൂട് ചെറുതായിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനിയിപ്പോ എന്തെങ്കിലും പണികൾ ബാക്കിയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇനി മതിലിന്റെ പണി ചെയ്യാനുണ്ട്. മതിലിന്റെ പണിയും കൂടെ ബാക്കിയുണ്ട്. അത് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പം ഇനിയിപ്പം എന്തായാലും ഇന്നിപ്പോ എല്ലാരും വരുന്നു, മറ്റു വീട്ടുകാരും ഒക്കെ വരുന്നു. 30-ാം തീയതിയോടുകൂടി ബാക്കി എല്ലാരും എത്തുകയാണ്. 2ാം ഘട്ടത്തിൽ ഇനി ബാക്കിയുള്ളവരുടെ വീടും വളരെ വേഗത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ തോന്നുന്നത് എന്താണ്? കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വീടുകൾ എത്തി. നിങ്ങളാണ് ആദ്യം ഇവിടെ താമസം തുടങ്ങുന്നത്. അതായത് ദുരന്തത്തിന് ശേഷം
പെട്ടെന്ന് നിങ്ങൾക്കാണ് പെട്ടെന്ന് വീട് കിട്ടിയതും എല്ലാ താമസവും ഒക്കെ തുടങ്ങിയതും എന്താണ് ഇപ്പോൾ ഈ സമയം തോന്നുന്നത്? ആരോടാണ് ഇപ്പോൾ ഈ ഒരു സമയം നമുക്കൊരു മനസ്സിൽ ഒരു നിറഞ്ഞൊരു സന്തോഷം ഉണ്ടാവുമല്ലോ? വീട് തന്ന ലീഗിന് തന്നെയാണ് ആദ്യം നന്ദി പറയാനുള്ളത്. കാരണം ഇത്രയും കാലമായിട്ട് ഞങ്ങളൊരു അഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു. ഞങ്ങൾ ഉരുൾപൊട്ടലിന് ശേഷം ആ ഐഡന്റിറ്റി കാർഡിൽ മാത്രമാണ് ചൂരൽമല സ്കൂൾ റോഡ് എന്നൊരു അഡ്രസ്സ് ഉള്ളത്. പല സ്ഥലത്താണ് താമസിച്ചത്. 1-2 വീടുകളിൽ മാറി മാറി താമസിച്ചു. അതും കൂട്ടുകാരെ നാട്ടുകാരൊക്കെ വിട്ട് ഒരുപാട് ദൂരെയായിരുന്നു ഇപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം നമുക്കറിയാവുന്ന കുറേ ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞു. പിന്നെ ലീഗിൻ്റെ ആൾക്കാർ തന്ന വീടും വളരെ നല്ല വീടാണ്. ഞങ്ങൾക്ക് അതിൻ്റെ സന്തോഷമുണ്ട്. അതുതന്നെയാണ് ശരത്തേട്ടൻ്റെ സന്തോഷം പങ്കെടുക്കുകയാണ്. വീട്ടുടമയാണ് 37 നമ്പർ വീട്ടിലെ അവരെ ഫുൾ ഫാമിലിയും എല്ലാവരും ഇവിടെ. ഇനി വൈകുന്നേരത്തേക്കുള്ള പരിപാടിയിലേക്കാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ നടക്കുന്നു. രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞു, പാലുകാച്ചൽ കഴിഞ്ഞു. ഇനി വൈകുന്നേരം നേതാക്കളൊക്കെ എത്തുന്നു, എല്ലാവരും കൂടി സംബന്ധിക്കുന്നു. വലിയൊരു ആഘോഷ പരിപാടി തന്നെയാണ് വൈകുന്നേരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.